ഹലോ ഹായ്. ജിത്തു മാധവൻ എഴുതി ശ്രീജിത്ത് ബാബു ഡയറക്ട് ചെയ്ത പൈങ്കിളി സിനിമ കണ്ടിറങ്ങി. അരുൺ സേതുവാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. എഡിറ്റർ കിരൺദാസ്, ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് ചെയ്തിരിക്കുന്നു. നമ്മുടെ അമ്പാൻ, ആവേശത്തിൽ അമ്പാൻ, സജിൻ ഗോപു നായകനായിട്ട് വന്ന സിനിമ. അനശ്വര, അതുപോലെ തന്നെ ജിസ്മ, ചന്തു സലിംകുമാർ, റോഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളൊക്കെ വന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് കൊള്ളാമോ അല്ലെങ്കിൽ മോശമാണോ അങ്ങനെയൊക്കെ ഒരു 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 അവസ്ഥയായിരുന്നു എനിക്ക്. സിനിമ തുടക്കം രസമായിട്ട് തന്നെ തുടങ്ങി. പക്ഷേ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പെർഫോമൻസും പരിപാടിയൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ഒരു ഇൻ്റർവെല് കഴിഞ്ഞതിന് ശേഷം ക്ലൈമാക്സ് എത്രയേക്കാൾ മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഓവർ പരിപാടിയാണെന്ന്. എന്താ പറയുക, കുറച്ച് ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പല സ്ഥലത്തും ഭയങ്കര ക്രഞ്ചായിട്ടും അല്ലെങ്കിൽ ഒരു ഓവർ റിയാക്ഷൻ പരിപാടി അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. തുടക്കത്തിൽ രസമായിട്ട് തന്നെ തുടങ്ങി. അവർ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ പഴയ തമിഴ് സിനിമകളുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത്തരത്തിലുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തിട്ട് കുറച്ച് വെറൈറ്റി പരിപാടിയായിട്ടാണ് അവർ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു. ഒരു ഡിഫറെൻറ്റ് പരിപാടിയാണല്ലോ പിടിച്ചേക്കുന്നത് ഉള്ളൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അവിടെ നിന്ന് അങ്ങ് സിനിമ കുറേ അങ്ങ് മൂവ് ചെയ്തു. ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതി എത്തിയപ്പോൾ തുടങ്ങി സിനിമ ഇവരുടെ ആക്ടിവിറ്റീസും ഇവരുടെ പെർഫോമൻസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓവർ റിയാക്ഷൻ പരിപാടിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇത് ഭയങ്കര ഓവർ പരിപാടിയാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഇതെന്തിനാണ്, ഇത് വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ്. ചുമ്മാ വന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ പോലും ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്നു, അവരുടെ ഡയലോഗൊക്കെ ഓവറായിട്ട് വരുന്നു. അപ്പോൾ ഇത് വെറുപ്പിക്കലായി തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇത് വരുന്ന ആളുകളെല്ലാം ഇങ്ങനെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസും ആക്ടിവിറ്റീസൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ടോട്ടലി എൻജോയ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ സജിൻ ഗോപിന്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. എന്താ പറയുക, ഒരു പൈങ്കിളി ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഒക്കെ FBയിൽ പോസ്റ്റ് ചെയ്യാം, FB ഗ്രൂപ്പുകളിൽ എഴുതിയിടുക, അങ്ങനെയൊക്കെയുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഫയർ പുറത്തു വരുന്നതും ഒക്കെ അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. സിനിമ കഥയിൽ വലിയ പുതുമയൊന്നുമില്ല. നമ്മുടെ റാംജി റാവ് സ്പീക്കിംഗ് അറിയാലോ, അതിനകത്ത് വരുന്ന ഏകദേശം ആ ഒരു മോഡലിലാണ് കഥ പോകുന്നത്. വാണി വിശ്വനാഥ് ഇവരുടെ മൂന്നുപേരുടെയും ലൈഫിലോട്ട് വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് സിനിമയിൽ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഫ്രഷ്നെസ് ഒന്നുമില്ല. പെർഫോമൻസ് ഒക്കെ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഈ സജിൻ ഗോപിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഗംഭീരമായിട്ട് അയാളിങ്ങനെ ഭയങ്കരമായ ആക്ടിവിറ്റീസ്, ഭയങ്കര പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇത് കുറച്ച് ഓവറല്ലേ എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ അബൂ സലീം ഇത് അച്ഛനായിട്ട് വരുന്നു നമ്മുടെ സജിൻ ഗോപിന്റെ. അദ്ദേഹം പോലും അദ്ദേഹം മിക്ക സിനിമകളിലൊക്കെ കാണുന്ന പോലെ, ഇപ്പൊ അമർ അക്ബർ പോലുള്ള പോലെ തന്നെ ഒരു അച്ഛൻ ക്യാരക്ടറാണ്. ആ അച്ഛൻ ക്യാരക്ടർ ആദ്യമൊക്കെ കുഴപ്പമില്ലാത്തൊരു പരിപാടി, പിന്നെ ഈ അവസാനം എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു റിയാക്ഷനൊക്കെ ഇടുന്നത് ഇത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് നമുക്ക് തോന്നൂലേ. ഇതിൽ ഈ സിനിമയിൽ പലരും പ്രത്യേക യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളായിട്ടാണ് തോന്നുന്നത്. ആ രീതിയിലുള്ള ബിഹേവിയറാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. പിന്നെ റോഷൻ ഷാനവാസാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുഴപ്പമില്ലാതെ ചെയ്തത്. ചന്തു സലീം കുമാർ ആണെങ്കിൽ ചില ഏരിയയിലൊക്കെ ഇത്തിരി വെറുപ്പിച്ചിട്ടുണ്ട് ക്യാരക്ടർ. അങ്ങനെ പിന്നെ അനശ്വരയുടെ ക്യാരക്ടർ വലിയ തരക്കേടില്ലാതൊക്കെ പോയി. പക്ഷേ ഇന്റർവെല്ലിന് ശേഷം ആ ക്യാരക്ടറും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഈ ആവശ്യമില്ലാത്ത റിയാക്ഷനൊക്കെ ഇടിയിപ്പിച്ച് മൊത്തത്തിൽ പെർഫോമൻസ് എല്ലാവരും മൊത്തത്തിൽ ഒന്ന് ഓവറാക്കി ചളവാക്കി എന്ന് പറയില്ല, ആ ഒരു പരിപാടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ അങ്ങോട്ട് നമുക്ക് ഇൻവോൾവ് ആവാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ കുറേ കോമഡിയൊക്കെ എനിക്ക് എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചില ആൾക്കാരുടെ റിയാക്ഷനൊക്കെ നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ ചില സ്ഥലത്തു നിന്നൊക്കെ ചിരി വരുന്നുണ്ട്. എനിക്കും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. മറ്റേ മിഥുനത്തിൽ നമ്മുടെ ഇന്നസെന്റ് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ടല്ലോ, കൈയും കെട്ടി, ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയുണ്ട്. സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു. പിന്നെ നമ്മുടെ ലിജോസ് പല്ലിശ്ശേരി വന്നിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം പോലും വന്നിട്ട് ഇതിനകത്ത് ഓവറാക്കി ചളവാക്കിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഒരു ഒറ്റ സീനുള്ളൂ, വളരെ കുറച്ച് ഡയലോഗുള്ളൂ, പക്ഷെ
നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ ക്യാരക്ടർ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ടോട്ടലി പെർഫോമൻസ് കൊണ്ട് പൊളിഞ്ഞു വീണ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റർവെല്ലിന് ശേഷം ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഒരു ട്രാക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കളർ ടോൺ അവർ കൊടുത്തേക്കുന്ന കളർ ടോണും കൊള്ളാം. ഒരു ഗ്രാമത്തിലുള്ള ഒരു വീടും അന്തരീക്ഷവും ആ കളർ ടോൺ കൊള്ളാം. അങ്ങനത്തെ പരിപാടി. പിന്നെ ഇവർ ബൈക്കിന് പോകുമ്പോൾ സജിൻ ഗോപും റോഷനും കൂടി ബൈക്കിന് പോകുമ്പോഴുള്ള ആ ഒരു ക്യാമറ പരിപാടി, അവിടെ കുറച്ച് വൈഡ് ഷോട്ട്സ് ഒക്കെ എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. പക്ഷേ ടോട്ടലി പെർഫോമൻസ് കൊണ്ട് നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമ തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.